അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇട്ടു പോകാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അത് നമ്മളത് കാണിച്ചു കൊടുത്തു. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പേരാണ്, മനാഫ്. ശിരൂർ ദുരന്തത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ. അർജുനു വേണ്ടി ശിരൂരിൽ നടന്ന ഇടവേളകളില്ലാത്ത തിരച്ചിലിനിടയിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത്. എല്ലാ ശ്രദ്ധയും വയനാട്ടിലേക്ക് തിരിഞ്ഞു. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിലച്ചു. അപ്പോഴും തൻ്റെ ലോറിയുടെ ഡ്രൈവറായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചില്ല മനാഫ്. എല്ലാ വാതിലുകളും മുട്ടി. മാധ്യമങ്ങളുടെ ശ്രദ്ധ വയനാടിന് ശേഷം ശിരൂരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ചു. ഒടുവിൽ അദ്ദേഹം ആ ലക്ഷ്യം കൈവരിച്ചു. 71-ാം പക്കം ആ ദൗത്യം വിജയിച്ചു. ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്ന് തുടക്കം മുതൽ പറഞ്ഞ മനാഫിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. അസാധ്യമെന്ന ഒരു വാക്കിനെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം സാധിക്കും. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ 1-ാം ദിനം മുതൽ ലോറിയും മൃതദേഹവും കണ്ടെടുത്ത 71-ാം ദിനം വരെയും മനാഫ് ഊണും ഉറക്കവുമില്ലാതെ എല്ലാറ്റിനും മുന്നിലുണ്ടായിരുന്നു. ശിരൂരിൽ തന്നെ തങ്ങി. മനാഫിനെ വിമർശിച്ചവരുണ്ട്. ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇൻഷുറൻസ് കിട്ടാനുള്ള തന്ത്രമാണെന്ന് വരെ പറഞ്ഞവരുമുണ്ട്. അന്ന് മനാഫ് പറഞ്ഞു, ലോറി എനിക്ക് വേണ്ട, അതിലെ തടിയും വേണ്ട, പക്ഷേ അർജുന് എന്ത് സംഭവിച്ചുവെന്ന് അറിയണം, കുടുംബത്തിന് മറുപടി നൽകണം. അർജുന്റെ മൃതദേഹവുമായി ശിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ ജലപ്പരപ്പിലേക്ക് ലോറി ഉയരുമ്പോൾ വിതുമ്പലോടെയായിരുന്നു മനാഫിന്റെ വാക്കുകൾ. അത് വലിയൊരു സന്ദേശം കൂടിയാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും സാധിക്കും. ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് നടന്നിരിക്കും. ഇതായിരുന്നു മനാഫിന്റെ വാക്കുകൾ. മനാഫിനെ ഹൃദയം കൊണ്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുവെന്ന് ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി. ഇത്രയും ദിവസം നിതാന്ത ജാഗ്രതയോടെ തന്റെ തൊഴിലാളിയായിരുന്ന അർജുനു വേണ്ടി കാത്തിരുന്ന അയാൾക്ക് മുന്നിൽ ഈ ലോകത്തെ എല്ലാ കോർപ്പറേറ്റ് മുതലാളിമാരും എഴുന്നേറ്റ് നിൽക്കണം. തങ്ങളുടെ ഒരു തൊഴിലാളി ജോലി ഭാരത്താൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത വലിയ വലിയ കൊമ്പൻ കമ്പനികൾ ലോകം അടക്കി വാഴുന്ന കാലത്ത് മനാഫ് എന്ന മനുഷ്യൻ നൽകുന്ന സന്ദേശം വലുതാണ്. അയാളെപ്പോലെ കുറച്ചുപേർ ഈ ലോകത്ത് ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇത്രയെങ്കിലും മനോഹരമായിരിക്കുന്നത്. മനാഫ് സമാനതകളില്ലാത്ത സ്നേഹവും ആത്മസമർപ്പണവും എന്താണ് എന്ന് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ എല്ലാവരുടെയും നെഞ്ചിൽ ഇടം കണ്ടെത്തിയിരിക്കുകയാണ്.